വ്യത്യസ്തമായ റണ്ണപ്പ് ശൈലി, അല്പമൊന്ന് നടുവളച്ച് കുനിഞ്ഞ് ഇടം കൈക്ക് പിന്നിൽ പന്തൊളിപ്പിച്ചു വെച്ച് അയാൾ പാത്തൊരു വരവുണ്ട്. നീണ്ട ജമ്പ് കഴിഞ്ഞ് പിന്നെ അയാൾ നിന്ന് പ്രത്യക്ഷപ്പെടുക ഫിയറി റോപ്പേസ് ആണ്. തുടർച്ചയായി 90 മൈൽ വേഗത്തിൽ പന്തുകളെ അയാൾ ബാറ്റർമാരിലേക്ക് തൊടുത്തുകൊണ്ടേയിരുന്നു. അഗ്രസീവായ ആക്ഷനും മൈൻഡ് സെറ്റും റോപ്പേസ് അറ്റാക്കുമായി തന്റെ തലമുറയിലെ ഏറ്റവും അപകടകാരിയായ പേസർ എന്ന വിശേഷണവും പേറിയായിരുന്നു ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡിൽ നിന്ന് IPL കളിക്കാൻ 2012 മിച്ചൽ ജോൺസന്റെ വരവ്. എന്നാൽ ആ വരവ് പ്രതീക്ഷാനിർഭരമായിരുന്നെങ്കിലും പിന്നീടൊരു ദുരന്തമായി. മിച്ചൽ ജോൺസൺ എന്ന വൻമരം കടപുഴകി വീണു. ഒരു പതിറ്റാണ്ടുകാലത്തെ മോഹിപ്പിക്കുന്ന രാജ്യാന്തര ക്രിക്കറ്റ് കരിയറാണ് ഓസീസ് പേസർ മിച്ചൽ ജോൺസണിനുള്ളത്. 73 ടെസ്റ്റിൽ 313 വിക്കറ്റും 153 ഏകദിനങ്ങളിൽ 239 വിക്കറ്റും 30 രാജ്യാന്തര T20കളിൽ 38 വിക്കറ്റും വീഴ്ത്തിയ ഇടംകയ്യൻ പേസർ. എന്നാൽ IPLൽ ജോൺസണിന്റെ കരിയർ 6 സീസണുകൾ മാത്രമായി ചുരുങ്ങി. വിക്കറ്റ് സമ്പാദ്യം 54 മത്സരങ്ങളിൽ 61ആയി പരിമിതപ്പെടുകയും ചെയ്തു. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 2013 മുതൽ 2018 വരെയാണ് ജോൺസൺ കളിച്ചത്. IPL ബൌളിംഗിൽ ഇക്കോണമി 8.28, 26 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് നേടിയതാണ് IPLൽ ജോൺസണിന്റെ മികച്ച ബൌളിംഗ് പ്രകടനം. IPLന്റെ തുടക്ക സീസണിൽ ദേശീയ ഡ്യൂട്ടി മൂലം മിച്ചൽ ജോൺസണിന് കളിക്കാനായിരുന്നില്ല. 1.5 കോടി രൂപയ്ക്ക് 2012ൽ മുംബൈ ഇന്ത്യൻസ് ടീമിലെടുത്തെങ്കിലും പരിക്ക് മൂലം ജോൺസണ് ആ IPL സീസൺ നഷ്ടമാവുകയും ചെയ്തു. അങ്ങനെ 2013ലായിരുന്നു മുംബൈയുടെ നീലക്കുപ്പായത്തിൽ ജോൺസണിന്റെ അരങ്ങേറ്റം. 17 മത്സരങ്ങളിൽ 7.7 എന്ന മികച്ച എക്കോണമിയിൽ 24 വിക്കറ്റുകൾ വീഴ്ത്തി ജോൺസൺ 2013 IPL സീസൺ ഗംഭീരമാക്കി. മുംബൈ ഇന്ത്യൻസ് അവരുടെ കന്നിക്കിരീടം ഉയർത്തുകയും ചെയ്തു. ബിഗ് മാച്ച് പ്ലെയർ എന്ന വിശേഷണമുള്ള ജോൺസൺ ഫൈനലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ 2 വിക്കറ്റ് വീഴ്ത്തി. ജോൺസന്റെ IPL കരിയറിലെ ഏറ്റവും മികച്ച ബൌളിംഗ് പ്രകടനം പിറന്നതും ഈ സീസണിലായിരുന്നു. എന്നിട്ടും ജോൺസണിനെ മുംബൈ ടീം ലേലത്തിന് മുൻപ് നിലനിർത്തിയില്ല. അങ്ങനെ 2014 താരലേലത്തിൽ പ്രതീക്ഷയോടെ കിങ്സ് 11 പഞ്ചാബ് മിച്ചൽ ജോൺസണെ 6.5 കോടി രൂപയ്ക്ക് ചൂണ്ടി. 14 കളികളിൽ 17 വിക്കറ്റുമായി ഭേദപ്പെട്ട പ്രകടനം ആ സീസണിൽ ജോൺസൺ പുറത്തെടുത്തു. എങ്കിലും പിന്നീട് അങ്ങോട്ട് ഓസീസ് പേസ് കുന്തമുന IPLൽ നിരാശപ്പെടുത്തി. ഒരു വശത്ത് പരിക്ക് തിരിച്ചടിയായതോടെ മിച്ചൽ ജോൺസൺ ഇറങ്ങുന്ന മത്സരങ്ങളുടെ എണ്ണം കുറഞ്ഞു വന്നു. മറുവശത്ത് അടി വാങ്ങിക്കൂട്ടുന്നത് കൂടുകയും ചെയ്തു. 2016 വരെ കിങ്സ് 11 പഞ്ചാബിൽ തുടർന്നപ്പോൾ ആ ടീമിനായി 2 സീസണുകളിലായി 12 മത്സരങ്ങൾ മാത്രമേ മിച്ചലിന് കളിക്കാനായുള്ളൂ. വീഴ്ത്തിയതാവട്ടെ 11 വിക്കറ്റുകളും. 3 മത്സരങ്ങളിൽ 2 വിക്കറ്റായിരുന്നു 2016ലെ നേട്ടം. 2017ൽ മിച്ചൽ ജോൺസണെ മുൻ ടീമായ മുംബൈ ഇന്ത്യൻസ് വീണ്ടും സ്വന്തമാക്കി. എന്നാൽ അവിടെയും നിരാശയായിരുന്നു ഫ്രാഞ്ചൈസിക്കും ആരാധകർക്കും ഫലം. ആ സീസണിൽ ബൌളിംഗ് പ്രകടനം 5 കളികളിൽ 7 വിക്കറ്റിൽ ഒതുങ്ങി. 2018ലെ തന്റെ അവസാന IPL സീസണിൽ KKR കുപ്പായത്തിലാണ് മിച്ചൽ ജോൺസൺ കളിച്ചത്. വീഴ്ത്തിയത് 6 മത്സരങ്ങളിൽ വെറും 2 വിക്കറ്റും. ബൌളിംഗ് ഇക്കോണമി 10.28ആയി ഉയരുകയും ചെയ്തു. ജോൺസണിനായി KKR മുടക്കിയ 2 കോടി രൂപ പാഴായെന്ന് വ്യക്തമായി. അവിടെ വെച്ച് മിച്ചൽ ജോൺസന്റെ IPL കരിയറിനും വിരാമമായി. പരിക്കും അതിലേക്ക് നയിച്ച കാരണമായി കരുതപ്പെടുന്നു. 2015ൽ ഓസീസ് കുപ്പായത്തിലെ രാജ്യാന്തര ക്രിക്കറ്റ് മതിയാക്കിയ മിച്ചൽ ജോൺസൺ എടുത്ത ഏറ്റവും മോശം തീരുമാനമായിരുന്നു തുടർന്നും IPL അടക്കം ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് കളിക്കാനുള്ളത്. അത് അയാളെ വലിയ IPL നാണക്കേടിലേക്ക് തള്ളിവിടുകയും തല്ലുകൊള്ളിയെന്ന ചീത്തപ്പേര് സമ്മാനിക്കുകയും ചെയ്തു. മുംബൈ ഇന്ത്യൻസിനൊപ്പം 2 കിരീടങ്ങൾ നേടാനായി എന്നത് മാത്രമായിരിക്കും IPL കരിയറിൽ മിച്ചൽ ജോൺസന്റേതായി ഓർമ്മിക്കാനുള്ളത്. അയാളുടെ ലേത്തൽ പേസ് IPL കരിയറിന്റെ തുടക്കകാലത്ത് ബാറ്റർമാരെ കുഴക്കിയിരുന്നുവെങ്കിലും പിന്നീട് മിച്ചൽ ജോൺസന്റെ വൻ വീഴ്ചയാണ് ആരാധകർ കണ്ടത്.